ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 10.1-ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ ഓഫ് 12:17:25 and its perimeter is 540 cm. Find its area. അപ്പോൾ നമ്മൾ ചെയ്ത ഫോർത്ത് ക്വസ്റ്റ്യനിൽ നമുക്ക് സൈഡ്സ് തന്നിട്ടുണ്ടായിരുന്നു, പെരിമീറ്ററും തന്നിട്ടുണ്ടായിരുന്നു, ഏരിയ കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടെ നമുക്ക് സൈഡ്സ് തന്നിട്ടുള്ളത് റേഷ്യോയിലാണ്. അപ്പോൾ ഈ റേഷ്യോയിൽ നിന്ന് നമ്മൾ ആദ്യം സൈഡിന്റെ മെഷർമെന്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ റേഷ്യോയിലാണ് തന്നിട്ടുള്ളതെങ്കിൽ സൈഡ്സ് എങ്ങനെ എടുക്കണമെന്ന് നമുക്കറിയാം അല്ലേ? എങ്ങനെ എടുക്കണം? എക്സ് കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് 12x, 17x, 25x എന്ന് നമ്മൾ എടുക്കണം. എന്നിട്ട് നമുക്ക് പെരിമീറ്ററും തന്നിട്ടുണ്ട്, നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ ഈസിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ലെറ്റ് ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ബി 12x, 17x and 25x. ഇപ്പൊ ഇവിടെ നമ്മൾ എ 12x ആയിട്ട് എടുക്കുന്നു, ബി 17x ആയിട്ട് എടുക്കുന്നു, സി 25x ആയിട്ടും എടുക്കുന്നു. പെരിമീറ്റർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് എന്ന് നമുക്കറിയാം. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി, മൂന്ന് സൈഡും കൂടെ ആഡ് ചെയ്യുന്നതാണ്. പെരിമീറ്റർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 540 സെന്റിമീറ്റർ ആണ്. അപ്പൊ 540 ഈസ് ഈക്വൽ ടു 12x പ്ലസ് 17x പ്ലസ് 25x. അപ്പോൾ 540 ഈസ് ഈക്വൽ ടു 17 plus 12, 29, 29 plus 25, ഇത് വരും 54x. ഇതിൽ നിന്ന് x എന്ത് വരും? ഇതിൽ നിന്ന് x എന്ന് പറയുന്നത് 540 divided by 54 is equal to 10. അപ്പോൾ x നമുക്ക് 10 എന്ന് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് സൈഡ്സ് കണ്ടുപിടിക്കാൻ ഈസിയാണ് അല്ലേ? x is equal to 10 and 12x is equal to 12x എന്ത് വരും? 12 into 10. നമ്മൾ സൈഡ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഇനി 12x-ഉം 17x-ഉം 25x-ഉം എന്താണ് എന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 12 into 10 is equal to 120. പിന്നെന്താണ്? 17x, 17 into 10 is equal to 170. അടുത്തത് 25x is equal to 25 into 10 is equal to 250. അപ്പോൾ മൂന്ന് സൈഡ്സും നമുക്ക് കിട്ടി. 120 സെന്റിമീറ്റർ, 170 സെന്റിമീറ്റർ, 250 സെന്റിമീറ്റർ. അപ്പോൾ സൈഡ്സ് എല്ലാം നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ വേണം? എസ് വേണം, എസ് മൈനസ് എ, എസ് മൈനസ് ബി, എസ് മൈനസ് സി, ഇത്രയും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ എസ് കണ്ടുപിടിക്കുന്നു. എസ് എന്ന് പറയുന്നത് എന്താണ്? സെമി പെരിമീറ്റർ ആണ്, അതായത് പെരിമീറ്റർ ബൈ 2. അപ്പൊ പെരിമീറ്റർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 540 ആണ് എന്ന്. അപ്പൊ എസ് എന്ന് പറയുന്നത് എന്താണ്? 540 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 270. അപ്പൊ എസ് എന്ന് പറയുന്നത് 270 സെന്റിമീറ്റർ ആണ്. ഇനി നമ്മൾ എസ് മൈനസ് എയും എസ് മൈനസ് ബിയും എസ് മൈനസ് സിയും കണ്ടുപിടിക്കുന്നു. അതോടെ കണ്ടുപിടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ ഈസി ആയിരിക്കും. അപ്പൊ എസ് മൈനസ് എ ഈസ് ഈക്വൽ ടു S is 270. 270 minus A എത്രയാണ്? A is 120 ആണ്. 270 minus 120 is equal to 150. അടുത്തത് S minus B. 270 minus 170 is equal to 100. അടുത്തത് S minus C. 270 minus C is 250. is equal to 20. അപ്പോൾ നമുക്ക് ഇവിടെ എസ് മൈനസ് എ, എസ് മൈനസ് ബി, എസ് മൈനസ് സി ഇത് കിട്ടി. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു റൂട്ട്. നിങ്ങൾ ഇക്വേഷൻ എഴുതണം. ഇക്വേഷൻ എഴുതുന്നതിൽ മാർക്കുണ്ട്. അപ്പോൾ ഇക്വേഷൻ എഴുതാൻ മറന്നു പോകാതിരിക്കുക. ഇതാണ് ഹെറോൺസ് ഫോർമുലയുടെ ഇക്വേഷൻ. ഈസ് ഈക്വൽ ടു എസ് എത്രയായിരുന്നു? എസ് ഈസ് 270 അല്ലേ? എസ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 270. അപ്പോൾ 270 into
S minus A, that is 150. S minus B, that is 100. S minus C, that is 20. അപ്പോൾ ഇവിടെയും എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കാതിരിക്കുക. 270യെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ എങ്ങനെ വരും? 270 എന്ന് പറയുന്നത് 27 into 10 ആണ് 270. 27നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 27നെ 9 into 3 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ ഈ 9നെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം 3 into 3. അപ്പോൾ 3 into 3 into 3 ആണ് 27. 10 എന്ത് വരും? 2 into 5. അപ്പോൾ ഈ 270യെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 3 into 3 into 3 into 2 into 5 എന്ന് നമുക്ക് ഇതിനെ 270യെ സ്പ്ലിറ്റ് ചെയ്യാം. അടുത്തത് 150. 150 എന്ന് പറയുന്നത് 15 into 10 ആണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 15 into 10 ആണ് 150. 15നെ നമുക്ക് 3 into 5 എന്ന് എഴുതാം. 10നെ നമുക്ക് 2 into 5 എന്ന് എഴുതാം. അപ്പോൾ എന്തെഴുതാം? 3 into 5 into 2 into 5. അടുത്തത് 100. 100 എന്ന് പറയുന്നത് 10 into 10 ആണ്. അപ്പോൾ 10നെ നമുക്ക് 2 into 5 വീണ്ടും 2 into 5. ഇനി അടുത്തത് 20. 20യെ നമുക്ക് എങ്ങനെ എഴുതാം? 4 into 5 ആണ് 20. അപ്പോൾ 4നെ 2 into 2 എന്ന് എഴുതുന്നു into 5. ഇനി പെയർ ആയിട്ടുള്ളതിനെ എല്ലാം നമ്മൾ വെളിയിൽ എടുക്കുന്നു. ഇവിടെ 3യും 3യും പെയർ ആണ്. അപ്പോൾ ഒരു 3 വെളിയിലെടുത്തു. വീണ്ടും ഒരു പെയറും കൂടെ ഉണ്ട്. അതിനെ നമ്മൾ വെളിയിലെടുത്തു. ഇനി 2 1 2 ഇവിടെ പെയർ ഉണ്ട്. അപ്പോൾ ഒന്നിനെ വെളിയിലെടുത്തു. വീണ്ടും ഇവിടെ 2 ഉണ്ട്. അപ്പോൾ അതിനെ വെളിയിലെടുത്തു. അപ്പോൾ എടുക്കുന്നതിനെ നിങ്ങൾ ഒന്നെങ്കിൽ പെൻസിൽ വെച്ച് കട്ട് ചെയ്തിടുക അല്ലെങ്കിൽ മാർക്ക് ചെയ്യുക കേട്ടോ. വീണ്ടും ഒരു പെയറും കൂടെ ഉണ്ട്. അതിനെ നമ്മൾ വെളിയിലെടുത്തു. ഇനി ഇവിടെ പെയർ 5 ഉണ്ട്. അതിൽ നിന്നൊന്ന് വെളിയിലെടുത്തു. വീണ്ടും ഇവിടെ നിന്നൊന്ന് വെളിയിലെടുത്തു. ഇവിടെ നിന്ന് വീണ്ടും വെളിയിലെടുത്തു. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഇവിടെ പെയർ കിട്ടി. Is equal to എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 3 3s are 9, 9 2s are 18, 18 into 2 36, 36 into 2 72, 72 into 5 72 into 5. 5 2s are 10, 7 5s are 35, 36, 360, 360 into 5. 6 5s are 30, 5 3s are 15 plus 3, 18. Again 5. 0, 0, 8 5s are 40, 4, 9. 9,000 എന്ന് കിട്ടും. Is equal to 9,000. 9,000 യൂണിറ്റ് സെന്റിമീറ്ററിലാണ്. അപ്പൊ 9,000 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 9,000 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതിയത് കൊണ്ടാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ ഈസി ആയത് കേട്ടോ.